ഇന്ന് നമ്മൾ പോകുന്നത് വള്ളിക്കോട്ടുകാവ് ദേവീ ക്ഷേത്രം കേട്ടോ, കോഴിക്കോടാണേ. ഇതുവരെ പോയിട്ടും കണ്ടിട്ടും ഒന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു ദേവീ ക്ഷേത്രമായിരുന്നു കേട്ടോ ഇത്. ക്ഷേത്രം എന്നൊന്നും പറയാനില്ല, പ്രകൃതി അതാണ് അവിടെ ദൈവം. 10-13 വർഷത്തോളമായി ഞാൻ കോഴിക്കോട് താമസിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളതുപോലും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇത് അറിഞ്ഞിട്ട് ഒരു മാസം കൊണ്ട് തന്നെ നമുക്കിവിടെ പോകാനും സാധിച്ചേ. അപ്പോൾ ഇന്ന് അവിടേക്കുള്ള വിശേഷങ്ങളാണ് കേട്ടോ. 8:30 വരെ അവിടെ പൂജയുള്ളൂ. അപ്പോൾ നമ്മൾ 7:15 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ. നമ്മളിവിടുന്ന് ഒരു അരമണിക്കൂർ ദൂരം യാത്ര ചെയ്യാനുണ്ട്. നേരമൊക്കെ വിളിക്കുന്നേ ഉള്ളൂ. അപ്പോൾ സ്ഥലം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ചീക്കിലോടേക്ക് പോകുന്ന വഴിയിൽ നിന്നാണ് കേട്ടോ നമുക്ക് തിരിയേണ്ടത്. നല്ല ഭംഗിയാണ്, ഇവിടെ പോകുന്ന വഴിയൊക്കെ വയലാണ്. നമ്മൾ ഒരു കട്ട് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇങ്ങനെ കനാലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കനാലിൻ്റെ സൈഡിൽ കൂടിയുള്ള വഴി കൂടി വേണം പോകാൻ. ഇവിടുന്ന് നമ്മൾ വീണ്ടും ഒരു കട്ട് റോഡ് തിരിഞ്ഞിട്ട് കറക്റ്റ് അരമണിക്കൂർ എടുത്ത് 7:45 ആയപ്പോൾ നമ്മൾ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ടേ. എപ്പോഴും വെള്ളത്തിൻ്റെ സൗണ്ട് ഇവിടുന്ന് തന്നെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫുള്ള് കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ മുഴുവനായിട്ട്. നമ്മൾക്ക് ഒരു ചെറിയ ഭാഗം റോഡൊന്നുമില്ല. നമുക്ക് അങ്ങോട്ടേക്ക് കുറച്ചുള്ളിലേക്ക് നടക്കാനുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു അമ്പലേ അല്ല കേട്ടോ ഇത്. മുന്നിൽ തന്നെ നമ്മളൊരു ചെറിയൊരു കുളമാണ് ആ കാണുന്നത്. ആ കുളത്തിലേക്ക് കുളിക്കാനൊന്നും പാടില്ല എന്നുള്ള ബോർഡ് ഇവിടെ എഴുതി വെച്ചിട്ട് കാണുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കണ്ടില്ലേ, ദൂരേക്കൊരു വഴി, അവിടേക്കാണ് കേട്ടോ അമ്പലം. ഇത് നടപ്പാതയാണ്. നമ്മൾ പോകുന്ന സമയത്ത് നടപ്പാതേൻ്റെ പ്രവൃത്തി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മളിവിടേക്ക് വരുമ്പോഴത്തേക്ക് നടപ്പാതയൊക്കെ ആയിട്ടുണ്ടാവേ. കൂടുതലായിട്ട് പ്രകൃതിനെ നോവിക്കാതെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം കേട്ടോ. ഭയങ്കര രസമാണേ. വെളിച്ചം നിലത്തടിച്ചിട്ടില്ല കേട്ടോ, അങ്ങനെയാണ് ഇവിടെ. വരുന്ന വഴികളൊക്കെ ഗ്രാമങ്ങളാണ്, കൃഷികളാണ് ഇവിടെ ഉള്ളത് മുഴുവൻ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വള്ളിക്കോട്ട് കാവ് എന്നുള്ളതിന് പേരിനെ പോലെ തന്നെ നിറയെ വള്ളികളും പടർപ്പുകളും മരങ്ങളും അങ്ങനെ ഫുള്ള് എല്ലാം പ്രകൃതി. ഒരു കാടിൻ്റെ ഉള്ളിലുള്ള ഒരു അമ്പലം പോലെയാണ് കേട്ടോ നമുക്ക് തോന്നുക. അമ്പലം ഞാൻ കണ്ടില്ലായിരുന്നു. പോകുന്ന വഴികളാണ് അമ്പലം. അമ്പലം എന്ന് പറയാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അമ്പലം പോലെയേ ഇല്ല എന്ന് മനസ്സിലായത്. നമ്മളിപ്പോൾ വന്ന സമയം ഫെബ്രുവരിയിലാണേ. അതുകൊണ്ടാണ് പച്ചപ്പ് കുറച്ച് കുറവ്. ഇനി ഇവിടെ വന്ന് പോയതുകൊണ്ട് ഒരു ജൂൺ ജൂലൈ മാസത്തിലൊന്ന് വരണം എന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടുണ്ടേ. മഴക്കാലത്ത് നമ്മളിങ്ങനെ ഒരു 100-150 മീറ്റർ ഉള്ളിലേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കാണാം കേട്ടോ. ഇവിടെയൊക്കെ കുരങ്ങന്മാരാണ് ഇഷ്ടം പോലെ. അവിടെ മുന്നിലത്തെ ബോർഡിൽ എന്താ എഴുതിയിട്ടുള്ളതെന്ന് വെച്ചാൽ പഴങ്ങൾ മാത്രങ്ങൾ കൊടുക്കുക, പ്രകൃതിദത്തമായ സാധനങ്ങൾ കൊടുക്കുക, ബിസ്ക്കറ്റ് കാര്യങ്ങളൊന്നും കൊടുക്കരുതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. കുരങ്ങന്മാരുണ്ടാവും എന്നുള്ളത് അത്ര അങ്ങോട്ട് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കയ്യിലൊന്നും കരുതിയില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ വള്ളികളൊക്കെ നമ്മളെ റോട്ടിലൊക്കെ ഉണ്ട്. നമ്മൾ ഈ നടക്കുന്ന വഴിയിലൊക്കെ ഇതൊക്കെ കവച്ച് വെച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ടെത്താൻ. അമ്പലത്തിലെത്തിയിട്ടുണ്ട്, തൊഴുതു. അമ്പലത്തിൻ്റെതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല. ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. സ്റ്റെപ്പുകളൊക്കെ ഇപ്പം ഉണ്ടാക്കിയതായിരിക്കണം. ഇത് കണ്ടില്ലേ, ഇവിടെ കല്ലൊരച്ചിട്ടുള്ളതാണ് ചുമന്ന ചന്ദനം. മറ്റേ ചന്ദനം നമുക്ക് തരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഓഫീസ്. ദേവീൻ്റെ അമ്പലം എന്നാണ് പേര് എന്നുണ്ടെങ്കിലും ശിവഭഗവാന്റെ ഒരു പ്രതിഷ്ഠയും കൂടി ഞാൻ അവിടെ കണ്ടു കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾ സൗണ്ട് കേൾക്കുന്നില്ലേ? ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ അവിടെ. വെള്ളം ഭഗവാന്റെ മേളിൽ കൂടിയൊക്കെ ഇങ്ങനെ ഒഴുകി ആ വെള്ളം ഇങ്ങനെ താഴേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ കാല് കഴുകിയിട്ട് വേണം നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ. അമ്പലമല്ല, കാവാണ്. സ്വയംഭൂവായിട്ട് ഉണ്ടായതാവാനാണ് സാധ്യത. വയനാട്ടിൽ മാനികാവ് ക്ഷേത്രത്തിൽ ഇതേ ഒരു ഇതാണ് കേട്ടോ അവിടെയുള്ളത്. ശിവഭഗവാന്റെ തലയിലേക്ക് ഇങ്ങനെ വെള്ളം വീഴുന്നത് പോലെ. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെയാണ് കണ്ടത്, കോഴിക്കോട്. സമയം 8 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നാലും കണ്ടില്ലേ, വെളിച്ചമൊന്നും താഴെ എത്തിയിട്ടില്ല കേട്ടോ. നിറയെ മരങ്ങളാണ്. ഭയങ്കര ഒരു മനസ്സിന് പക്ഷികളുടെ സൗണ്ട്. കുരങ്ങന്മാരെ ഞങ്ങൾ കണ്ടില്ല കേട്ടോ. അങ്ങനെയാണ് ഇവിടെയൊക്കെ. നിങ്ങളൊക്കെ ആരെങ്കിലും കോഴിക്കോട് ഭാഗത്തൊക്കെ ഒരു ദിവസം അധികം താമസിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ അമ്പലത്തിൽ വന്ന് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കണം കേട്ടോ. ലൊക്കേഷനൊക്കെ ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ കൃത്യമായിട്ട് ഇവിടെ എത്താൻ പറ്റുമേ.
അറിഞ്ഞറിഞ്ഞ് ആളുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ വരുന്നവരെ നമ്മൾ പ്രത്യേകം പറയണം, ഒരു പ്ലാസ്റ്റിക്, ഒരു മുട്ടായിൻ്റെ കവറ് പോലും ഇവിടെ എവിടെ ഇല്ല കേട്ടോ. ആരും കൊണ്ടുവരുന്നുമില്ല. ഇനി കൊണ്ടുവന്നിട്ട് ഉള്ളത് ഇവർ ക്ലീൻ ആക്കുന്നതാണോ അതും എനിക്കറിയില്ല. പൂജ 8:30 വരെയേ ഉള്ളൂ എന്നാണ് നമ്മൾ കേട്ടത്. പക്ഷെ ഇവിടെ വരാൻ എപ്പോഴും പറ്റുണ്ടാവും. കാരണം അങ്ങനെ ഒരു തുറന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, വേരുകളൊക്കെ കെട്ടിപ്പിണർന്ന് കിടക്കുന്നു, നിറയെ മരങ്ങളാണ്. നിങ്ങൾ അമ്പലം തൊഴുന്നതിൽ കൂടുതൽ സമാധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണാവുന്നതാണ് കേട്ടോ. സമയം ഇപ്പം എത്രയായി എന്നറിയോ? 8 മണിയായി. അപ്പോഴും കണ്ടില്ലേ, ഇരുട്ട് പോലെയാണ് ഉള്ളത്. നല്ല രസമാണ്. ഇങ്ങനെ മേളിൽ നിന്നുള്ള വെള്ളം പാത്തി വഴി ഇങ്ങനെ ഒഴുകി 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 വരുന്നതാണ് കേട്ടോ. നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ടേ. ഇനി നമ്മൾ മെല്ലെ പോവാൻ നോക്കുകയാണ്. ഒരുപാട് വികസനമൊന്നും വരാതെ ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്നാണ് കേട്ടോ എൻ്റെ ഒരാഗ്രഹം. അത്രയും ഭംഗിയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇതിലെ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ടേ. ചിലപ്പോൾ അതൊക്കെ ഇനി നടപ്പാതെ വന്നു കഴിയുമ്പം വേറെ എന്തെങ്കിലുമൊക്കെ വിധത്തിലാവാനുള്ള സാധ്യതയുണ്ട്, എനിക്കറിയില്ല കേട്ടോ. ഈ വെള്ളങ്ങളെല്ലാം കൂടി വന്നിട്ട് ഇവിടെ ഒരു കുളത്തിലേക്ക് സ്റ്റോർ ആവുന്നുണ്ടേ. സ്റ്റോർ ആവുന്നതായിരിക്കില്ല, അവർ കുളം കുത്തി ആക്കിയതായിരിക്കും കേട്ടോ ചിലപ്പോൾ. ഈ കുളത്തിൽ നമ്മൾക്ക് കുളിക്കാനോ അതിനൊന്നും പറ്റില്ല കേട്ടോ. ഈ സൈഡ് കൂടി ഒഴുകി വരുന്നതില്ലേ, അത് ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കുളത്തിലേക്ക് ആക്കിയതാണ്. ഈ വെള്ളമാണ് ഈ കുളത്തിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുളം നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിരിക്കുകയാണേ. ബാത്റൂം സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അവിടെ തന്നെ. ഈ കുളത്തിൽ കുളിക്കാനും സോപ്പ് ഉപയോഗിക്കാനൊന്നും പാടില്ല. നീന്തി കളിക്കുന്നതിന് തെറ്റില്ല എന്ന് തോന്നുന്നു. അങ്ങനെ കുളിക്കാനും അതിനൊക്കെ സൗകര്യത്തിന് ഇതിൽ നിന്ന് ഓവർഫ്ലോ ആയി വരുന്ന വെള്ളം കെട്ടി നിർത്തിയിട്ട് അപ്പുറത്തൊരു ചെറിയൊരു സ്ഥലമുണ്ട് കേട്ടോ. ചെരുപ്പ് കുളത്തിൽ കുളത്തിന് പുറത്ത് അഴിച്ചു വെക്കണം എന്നൊക്കെയുള്ള ചെറിയൊരു ബോർഡ് അവിടെ എഴുതി കാണിക്കുന്നുണ്ടേ. ഈ കുളത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ. ഇവിടുന്ന് ഒരാൾ അലക്കുന്നതും കുളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇവിടുന്ന് സോപ്പ് ഉപയോഗിച്ച് ആക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ വെള്ളം ലേശം മോശം പോലെ തോന്നുന്നുണ്ടേ. അങ്ങനെ മൊത്തത്തിൽ ഒരു പ്രകൃതി, എന്താ പറയുക, പ്രകൃതിയും ദൈവവും ഒന്നാണ് എന്ന് പറയുന്ന പോലെ തോന്നിയേ. നാട്ടിൻ പ്രദേശമാണ്, കൃഷിസ്ഥലങ്ങളാണ്, അധികം ആളുകളും ബഹളങ്ങളും ഒന്നുമില്ല. കാറൊക്കെ കൊണ്ടുവരാൻ പറ്റും കേട്ടോ, ഇങ്ങോട്ടേക്ക് കാറൊക്കെ എത്തുവേ. ഇവിടെ നമ്മൾ വന്നപ്പോൾ പരിസരത്തുള്ള ആളുകളൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. വരുമ്പോൾ തൊഴുത് പോകുന്ന കുറച്ച് പേരെ കണ്ടിരുന്നു കേട്ടോ. വയനാട്ടിൽ മറ്റേ കാട്ടിൻ്റെ ഉള്ളിലുള്ള പുൽപ്പള്ളിയുള്ള അമ്പലമില്ലേ, അത് അവിടെ വെള്ളം ഒഴുകി വരുന്നൊന്നുമില്ല. അതൊരു വേറെ ഭംഗി. ഇത് കണ്ടില്ലേ, അവിടെ എന്തോ ഒരു ഇല്ലാണെന്ന് തോന്നുന്നു. പഴയ ഒരു വീട് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, അങ്ങോട്ടേക്കുള്ള വഴിയാണ് ഇത്. അതിൻ്റെ ഇടയിൽ ഈ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടാണ് തോന്നുന്നു. എനിക്ക് എന്തോ ഒരു പുഴുവായിരിക്കുമോ എന്തോ ചെയ്തു കേട്ടോ എന്നെ. എനിക്ക് ഈ അലർജീൻ്റെ അസുഖം ഭയങ്കര പ്രശ്നമാണേ. എന്തെങ്കിലും ഒന്ന് ഇതായാൽ മതി കേട്ടോ, അപ്പോഴത്തേക്ക് എനിക്ക് ചൊറിച്ചിലൊക്കെ വരും. അപ്പോൾ അമ്പലത്തിൻ്റെ പേര് മറക്കണ്ട, ലൊക്കേഷനൊക്കെ ഞാൻ ഗൂഗിൾ മാപ്പിൽ ഇടുന്നുണ്ട്. ഇവിടെ ഈ ഒരു വഴിയിൽ ഒരു കുറച്ച് ഭാഗം പെട്ടെന്ന് കണ്ടാൽ തോന്നും അത് അവിടേക്ക് പോകുന്നതാണ് എന്നേ. പക്ഷെ അല്ല, ഇതാണ് അങ്ങോട്ടേക്കുള്ള വഴി. കുറച്ച് ഭാഗം കോൺക്രീറ്റോ ടാറോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. വരുന്ന വഴിക്ക് റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ പച്ചക്കറികൾ, സ്വന്തം വീട്ടിലുണ്ടാക്കിയ പച്ചക്കറികളില്ലേ, അത് വിൽക്കുന്ന സ്ഥലങ്ങൾ കണ്ടേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു അമ്പലത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമായിരുന്നോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ, എനിക്ക് അറിയേ ഇല്ലായിരുന്നു കേട്ടോ.